ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനു. സോ ഇന്ന് നമ്മൾ കീം ബി ഫാം അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ ഏതൊക്കെയാണ് നമുക്ക് കോളേജസ് ഉള്ളത്, അതേപോലെ തന്നെ എത്ര റാങ്ക് വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് കോളേജസിൽ അഡ്മിഷൻ കിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, സോ നമുക്ക് ഫാർമസി കോളേജസ്, ഗവൺമെന്റ് കോളേജസ് ഉണ്ട്, ദെൻ സെൽഫ് ഫിനാൻസിങ് കോളേജസ് അണ്ടർ സെന്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഉണ്ട്. പിന്നെ അത് കൂടാതെ വേറെ സെൽഫ് ഫിനാൻസിങ് കോളേജസ് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ 5 കോളേജസ് ആണ് നമുക്ക് ഗവൺമെന്റ് ഫാർമസി കോളേജസ് ഉള്ളത്. കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ, കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയം, കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ആൻഡ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കണ്ണൂർ. 5 ഗവൺമെന്റ് കോളേജസ് ആണ്. പിന്നെ CPISന്റെ അണ്ടറിൽ വരുന്ന 2 കോളേജസ്, ഒന്ന് കോട്ടയത്തും 2 കോളേജസും കോട്ടയത്താണ് വരുന്നത്. ഓക്കെ, ഇനി ബാക്കി 50ഓളം നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജസും ആണ് ഉള്ളത്. അപ്പൊ ഓരോ കോളേജിലും എത്ര സീറ്റ് വീതം അവൈലബിൾ ആണെന്നുള്ള കാര്യം കൂടിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ അലോട്ട്മെന്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കോളേജിന്റെ കോഡും കൂടെ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതിൽ ഓരോ കോളേജിന്റെയും കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ALB KKB എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ കോളേജ് കോഡും കൂടെ അറിഞ്ഞിരിക്കുക. ഒപ്പം നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജസിന്റെയും കോഡ് അറിഞ്ഞിരിക്കുക. അപ്പൊ നിങ്ങളുടെ കീമിന്റെ പ്രോസ്പെക്ടസിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പൊ ഏതൊക്കെ കോളേജസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കി വെക്കുക, ബി ഫാമിന് ജോയിൻ ചെയ്യുന്നവർ. ഇനി നമുക്ക് ഇപ്പം നമ്മുടെ മാർക്ക് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് റാങ്ക് വന്നു കഴിഞ്ഞാൽ എത്ര റാങ്ക് വരെ നമുക്ക് കോളേജസിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാവും. പ്രത്യേകിച്ച് ഗവൺമെന്റ് കോളേജിൽ എത്ര റാങ്ക് വരെ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പൊ ഇത് അറിയാനായിട്ട് നമുക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയാൽ മതി. കിംന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് 2023 അഡ്മിഷൻ ബേസ് ചെയ്തുകൊണ്ട് ഓരോ അലോട്ട്മെന്റിലും എത്ര റാങ്ക് വരെ വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ റാങ്ക് വെച്ച് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ അതും കൂടെ ഞാൻ പറയാം. സോ ഇവിടെ ഞാൻ 2023 ഫസ്റ്റ് ഫേസിൽ ഉള്ള അലോട്ട്മെന്റിന്റെയും അതേപോലെ തന്നെ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിലും എത്ര റാങ്ക് വരെയാണ് ഗവൺമെന്റ് കോളേജസിൽ അഡ്മിഷൻ വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. സോ നമ്മളിപ്പോ ഈ പറഞ്ഞിട്ടുള്ള 5 കോളേജസിന്റെ കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിന്റെയാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഫസ്റ്റ് ആലപ്പുഴ ആണെങ്കിൽ 4211, ഇത് സ്റ്റേറ്റ് മെറിറ്റിൽ, ഇത് ഓരോന്നും സെപ്പറേറ്റ് ആണ് കേട്ടോ. അപ്പൊ സ്റ്റേറ്റ് മെറിറ്റ് അതേപോലെ ഓരോ കാറ്റഗറിയിലും നമുക്ക് എത്ര റാങ്ക് വരെ വന്നിട്ടുണ്ടെന്നുള്ളത് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അടുത്തത് കണ്ണൂരാണെങ്കിൽ ഒരു 4000ന്റെ ബിലോ വരുന്ന രീതിയിലാണ് ഫസ്റ്റ് ഫേസിൽ വന്നിരിക്കുന്നത്. കോഴിക്കോടാണെങ്കിൽ 1443 റാങ്ക് വരെയാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഏകദേശം ഒരു 4000 അറൌണ്ട് റാങ്ക് വന്നവർക്ക് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ തന്നെ ഗവൺമെന്റ് കോളേജിൽ വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഫേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5000 അറൌണ്ട്, ഒരു ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ കോട്ടയത്ത് 5807 വരെ റാങ്ക് വന്നവർക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഓരോ കാറ്റഗറിയിലും നമുക്ക് എത്ര റാങ്ക് വരെ വന്നിട്ടുണ്ടെന്നുള്ളത്, അപ്പൊ ഓരോ കാറ്റഗറി അനുസരിച്ച് നോക്കണം എന്നുള്ളവർക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇത് ഗവൺമെന്റ് കോളേജസിന്റെ കേസ് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു റാങ്കിൽ ഇതിൽ കുറച്ച് ചേഞ്ചസ് വരാം, കാരണം ഓരോരുത്തരും ജോയിൻ ചെയ്യുന്നതിനനുസരിച്ച്. അപ്പൊ ഈ റാങ്ക് കഴിഞ്ഞ് പിന്നെ റാങ്ക് വരുന്നവർക്ക് മേ ബി നമുക്ക് സെൽഫ് ഫൈനാൻസിങ് കോളേജസിലായിരിക്കും അഡ്മിഷൻ കിട്ടുന്നത്. അപ്പൊ ഗവൺമെന്റ് കോളേജ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റാങ്ക്, അതായത് ഇപ്പോ ഒരു അറൌണ്ട് ഒരു 5000 ഒക്കെയാണ് നിങ്ങൾക്ക് ഒരു റാങ്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട് ഗവൺമെന്റ് കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടാൻ. ഓക്കെ, സോ നമ്മൾ കീം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് റിലേറ്റഡ് ആയിട്ട്, അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. താങ്ക് യു.